നല്ല ഫിലിമാണ്. നല്ല കോമഡീസും സിറ്റുവേഷണൽ കോമഡീസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിലാണെങ്കിലും നല്ല റെസ്പോൺസ് ആയിരുന്നു. നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. ആരെയും നമുക്കൊരു കുറവായിട്ടൊന്നും തോന്നിയിട്ടില്ല. പെർഫെക്റ്റ് കാസ്റ്റിംഗ് ഒക്കെയാണ്. ഇപ്പോൾ ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ ഒരു തലവെച്ച പിള്ളേരൊക്കെയാന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തലവെച്ച പിള്ളേരെ കാണാൻ പറ്റില്ല. ഞാൻ ആക്ച്വലി ട്രെയിലർ കണ്ടിട്ടില്ല. അതെ ചിരിച്ച് അതാ പറഞ്ഞത്. സിറ്റുവേഷണൽ കോമഡീസും സർക്കാസ്റ്റിക് കോമഡി എല്ലാം വർക്ക് ആയിട്ടുണ്ട്. നല്ല മേക്കിങ്ങുമാണ്. നല്ല വളരെ വ്യത്യസ്തം ക്യാരക്ടറായി ഭയങ്കര പൊളിറ്റിക്സിൽ നിൽക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതനുസരിക്കുന്ന ക്യാരക്ടർ കുറച്ച് ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അതായത് നമ്മൾ പലരെയും നമ്മൾ കാണാറുണ്ട്. എത്ര പരാജയം പറ്റിയാലും ഇരട്ടി ശക്തിയോടെ എഴുന്നേറ്റ് വരിക, വീണ്ടും മത്സരിക്കുക. പൊളിറ്റിക്സ് മാത്രമല്ല, പൊതുവെ തന്നെ. പിന്നെ എല്ലാം അതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ്ലിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ തല്ലിലെഴുത്താണ്. നമ്മൾ ചെയ്യാനുള്ള ജോലി ചെയ്യുക, അല്ലേ? അതെ അതെ അതെ. അതിനകത്ത് സംഭവിച്ചിരിക്കുന്നതാണ്. അധ്വാനിക്കുക, പരമാവധി എല്ലാ പ്രാവശ്യം തോറ്റാലും മിനിമം അടുത്ത ഇലക്ഷൻ വരാതെ പറയുക. അങ്ങനെ ഒരു ഇത് പലർക്കും ഒരു എന്താണ് പറഞ്ഞത് പ്രചോദനം ഉണ്ടാകുന്ന ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നുണ്ട്. അല്ല, നമ്മുടെ ലൈഫിൽ തന്നെ പ്രചോദനം ഉണ്ടാകുന്നൊരു കഥാപാത്രമാണ്. സാധനം ചെയ്ത് നമസ്കാരം. എങ്ങനെയുണ്ട് പരിപാടി? കണ്ട രസമുണ്ട്. സ്വഭാവമുള്ള സാധനം. അതെ അതെ. ഇപ്പൊ ഇത് ചെയ്യുമ്പോ എക്സ്പെക്ടേഷൻ ഈ പഞ്ചായത്തൊക്കെ പോലത്തെ സീരീസിന്റെ ഭാഗമാണ്. ഞാനൊരു ദീപു പ്രദീപ് ഫാനാണ്. ദീപു പ്രദീപിന്റെ യൂണിവേഴ്സിൽ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നടക്കാറുണ്ട്. അതായത് ഇതുപോലെ ചെറിയ ചെറിയ കാരിക്കേച്ചർ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സ്. ഈവൻ പത്മിനി പോലും ഞാൻ ചെയ്ത ക്യാരക്ടർ ആ ഒരു രീതിയിലുള്ളതായിരുന്നു. ഇത് അതുപോലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. ഭയങ്കര രസമുള്ള. നമ്മൾ 3 എപ്പിസോഡുകളെ കണ്ടിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ട് ഇതിലും ഹിലേറിയസ് ആണ്. അതെ അതെ അതെ. ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരുപാട് ആ നാട്ടിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെയും കൂടി റിവീൽ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളാണ് അടുത്ത എപ്പിസോഡുകളിൽ വരാൻ പോകുന്നത്. ഈ പഞ്ചായത്ത് ഓഫീസിന് പുറത്തുള്ള ആ നാട്ടിലെ കുറേ ആളുകളും അവരുടെ ക്യാരക്ടറുകളിലേക്ക് കൂടുതൽ പോകുന്ന രീതിയിലുള്ള എപ്പിസോഡുകളാണ് ബാക്കിയുള്ളത്. നന്നായി വരുന്ന പ്രതീക്ഷിക്കുന്നു. ഇത് പിന്നെ വെബ് സീരീസ് ഫസ്റ്റിലാണ്. നേരത്തെ സിനിമയിലുണ്ടായത്. പക്ഷേ നല്ല കാണുമ്പോൾ വളരെ സന്തോഷമായി. വളരെ തമാശകളൊക്കെ നന്നായിട്ട് ജയിച്ചിരുന്നു എന്നാണ് തോന്നുന്നത്. വളരെ സന്തോഷം. എങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് സീരീസാണ്. സോ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഒരു ഗ്രാമ പശ്ചാത്തലത്തിലായതുകൊണ്ട് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. രസമാണ്. ഇഷ്ടപ്പെട്ടു. നല്ല സംഭവം എന്നുവെച്ചാൽ ഓൺലൈനായി കണ്ടുള്ളൂ. അപ്പോൾ ബാക്കിയൂടെ കണ്ടാലും എനിക്ക് തോന്നുന്ന സ്റ്റോറിയിലേക്ക് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഒരു ഗ്രാമം ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുക. പക്ഷെ ഭയങ്കര രസമുണ്ട്. പിന്നെ വെബ് സീരീസ് ആയതുകൊണ്ട് ആൾക്കാർ മൂവ്മെൻ്റ് എങ്ങനെ എടുക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. സോ ഞാൻ വെയിറ്റിംഗ് ബാക്കി കാണാൻ ആൾക്കാർ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ബാക്കിയുള്ള സീരീസ് ഉണ്ടല്ലോ. ഇപ്പോൾ പഞ്ചായത്ത് പോലെ TVFൻ്റെ സീരീസ് പോലെ ആ ഒരു ക്വാളിറ്റി പേരിൽ പറഞ്ഞാൽ തോന്നിയോ? അതെ അതെ. അത് കാരണം ഉദ്ദേശമാണ് പ്രവീൺ ചേട്ടൻ ദീപും ഇതെല്ലാം ചെയ്തത്. പഞ്ചായത്തിൻ്റെ ഒരു സംഭവം കാരണം ലൈഫ് ആൻഡ് ഹ്യൂമറും കുറേ ക്യാരക്ടേഴ്സും ഉള്ളൊരു സ്ഥലവും അതാണെന്ന് തോന്നുന്നു അവരുടെ റെഫറൻസ് അതാ. പിന്നെ നമുക്കുണ്ട് സിനിമയിൽ നമ്മളിപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സ് ഞാൻ ഇങ്ങനെ കാണുമ്പോൾ പറയുമായിരുന്നു കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ വെയിറ്റിംഗ് ആണ് ബാക്കിയുടെ കണ്ടിട്ട്. താങ്ക് യു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായി. കണ്ടിട്ട് ഒരുപാട് ചിരിക്കാനൊക്കെ ഉണ്ട്. നീറ്റായിട്ട് ഇരട്ടി ചെയ്തിട്ട് നടന്നു. കഥാപാത്രം തീർച്ചയായിട്ടും ഒരു അയ്യോഭാവം അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അത് നല്ല ഫണ്ണിങ്ങുണ്ട്. അത്രയും ജോലി ചെയ്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയിൽ നിന്ന് സീരീസിലേക്ക് ഒരു നടക്കാണ്.
അങ്ങനെയൊന്നുമില്ല. ഇപ്പം സിനിമ ചെയ്തതുപോലെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിലെ കഥാപാത്രത്തിന് മാൻഡ് ചെയ്തതുപോലെ അതേപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കൊന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. അയ്യോ എല്ലാവരും കണ്ടിട്ട് പറയാം, അഭിപ്രായം പറയാം. 5-ാം തീയതി സ്ക്രീനിങ് ആണ്. എല്ലാവരും തീർച്ചയായിട്ടും കാണണം. കണ്ടിട്ട് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. വെബ് സീരീസ് ആണല്ലോ, അപ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. അല്ല അതല്ല സിനിമയിലാണല്ലോ. ഇവിടെ ആദ്യമായിട്ടായിരിക്കും ഒരു വെബ് സീരീസ് തിയേറ്ററിൽ നമ്മൾ മലയാളത്തിൽ സ്ക്രീൻ ചെയ്യുന്നത്. വെബ് സീരീസ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. എപ്പിസോഡായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. 7 എപ്പിസോഡായിട്ട് നമുക്ക് തിയേറ്ററിൽ കാണിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഇത് OTT-ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. വെബ് സീരീസാണ്. ഷൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ തോന്നിയിട്ടുണ്ടോ? നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡിഫറൻസ് ഉണ്ടാവില്ല. എഡിറ്റിലും കാര്യങ്ങളിലൊക്കെ സിനിമ വരുമ്പോൾ ഉണ്ടാകുന്ന പോലെ എല്ലാ എപ്പിസോഡിലും ഒരു